ഹായ് എല്ലാ കൂട്ടുകാർക്കും റിയാസ് ഹോം ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പക്കാവട, ഞാനിവിടെ കുക്കുവട എന്ന് പറയാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കായം പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നമ്മൾ സ്ട്രെയിനറിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റീവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഡയറക്റ്റ് ഇട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ രീതിയിൽ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കട്ടയെല്ലാം പോവും ചെയ്യും, നല്ല ഒരു ഇത് കിട്ടും, ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ നമ്മളിതാ കടലമാവെല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക, ഇതിലേക്ക് ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാറുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാടൊന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ പച്ചവെള്ളം ഒഴിച്ച് കുഴക്കുന്നതിനേക്കാൾ ഈ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആവും, ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ആ ഒരു സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സൊക്കെ വരുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ പാനടുപ്പത്ത് വെക്കുക. എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള എന്താ പറയുക പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ നെയ്യ് ഇട്ടു എന്ന് വിചാരിച്ച് നെയ്യിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ക്രിസ്പിയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പിനെസ് ഉണ്ട്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എരിവിന് കുറച്ചുകൂടെ 1 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റേ 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പക്കാവട നോക്കി നല്ല കാണാനും നല്ല സൂപ്പറാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുണ്ടാക്കി ചായക്ക് തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ടൈറ്റ് ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 1 കപ്പും 1/2 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ജാറിലിട്ട് വെച്ചാൽ കുറേ കാലം ഇരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അളവുമായിട്ട് കൂടുതലെടുത്തിട്ട് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, വൈകിട്ടത്തേക്ക് വരുമ്പോഴേക്കും ചായക്കൊക്കെ ഉണ്ടാക്കി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആയാലും കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. വെച്ചുവിന് സൂപ്പറാന്ന് പറഞ്ഞ വെച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ടാറ്റാ.